ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കാതലായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കണം മുഖ്യമന്ത്രി, അതല്ലെങ്കിൽ ആരായിരിക്കും CM എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഇപ്പോഴും കേരള ജനതയുടെ മുന്നിൽ മുനകൂർത്ത് നിൽക്കുകയാണ്. ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയർത്തപ്പെടുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മറുപടി ഉണ്ടാകും. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ. എന്നാലും എൻ്റെ ഒരു വിശകലനം ചെയ്യാം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയാകാൻ എന്ത് അവകാശമാണ് VD സതീശനുള്ളത്? അയാൾ മുന്നിൽ നിന്ന് നയിച്ചതാണോ അവകാശം? അതൊരു അവകാശമാണോ? പിന്നിൽ നിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊളിറ്റിക്സ് തന്ത്രങ്ങൾക്ക് കൺട്രോളിങ് ചെയ്തിട്ടുള്ള KC വേണുഗോപാലല്ലേ ഇതിന് ഏറ്റവും വലിയ അവകാശി എന്നുള്ളത് കൂടെ ചോദിക്കാനുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ സീനിയോറിറ്റി മുഖവിര എടുത്തുകൊണ്ട് അദ്ദേഹത്തെയും ആക്കേണ്ടതല്ലേ? ഇതെല്ലാം ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ VD സതീശൻ എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ ആർത്ത് വിളിക്കുന്ന ഒരു പേരായി മാറുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇത് മാത്രമാണ്. 102 സീറ്റുകൾ, അതല്ലെങ്കിൽ 100-ലധികം സീറ്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ ഒരേ ഒരു നേതാവാണ് VD സതീശൻ. അതിപ്പോൾ നിൽക്കുന്ന MLA മാരോ അതല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികളോ പറഞ്ഞിട്ടില്ല. KC വേണുഗോപാലിന് അങ്ങനെ ഒരു വാക്ക് മൊയ്യാൻ സാധിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു വാക്ക് ചിന്തിക്കാനേ സാധിച്ചിട്ടില്ല. ആരെങ്കിലും ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുമോ? അത്രയും കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള തേരോട്ടം തന്നെയാണ് ഇന്ന് UDF ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. വെറും 6 MLA-മാരുടെ പിന്താങ്ങൽ മാത്രമുള്ള VD സതീശൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ MLA-മാരോട് മാത്രമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തപ്പെട്ടത്? ജനങ്ങളുടെ പിന്തുണയോടുകൊണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാനിക്കേണ്ടത് ആ ജനങ്ങളുടെ വാക്കിനെയല്ലേ? ഏറ്റവും കൂടുതൽ ജനങ്ങൾ എടുത്തു പറയുന്ന പേര് VD സതീശൻ എന്നാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ എങ്ങനെയാണ് ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ കാട്ടിയാൽ ഇങ്ങനെയുള്ള MLA-മാരെ വിശ്വസിക്കുക? നാളെ ഒരു ബിസിനസ്മാൻ ആ സ്ഥലം ഞങ്ങൾക്ക് വേണം, ആ റോഡരികെയുള്ള മറ്റ് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വേണം, ആദിവാസി കോളനികൾ ഒഴിപ്പിച്ചു തരണമെന്നും പറഞ്ഞ് പണം നിങ്ങളുടെ പേരിൽ എറിഞ്ഞു തന്നാൽ നിങ്ങൾ അതും സ്വീകരിച്ചുകൊണ്ട് അവരെ ഒറ്റിക്കൊടുക്കുകയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? പണം വാരിയെറിഞ്ഞ് ഈ ഇലക്ഷൻ വിജയിപ്പിക്കാൻ കാരണക്കാരനായത് KC വേണുഗോപാൽ തന്നെയാണ് എന്ന് കരുതി അയാൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കാനാണോ നിങ്ങൾ ഇറങ്ങേണ്ടത്? അതല്ലെങ്കിൽ പട നയിച്ച പടയാളിക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇറങ്ങേണ്ടത്? ചോദ്യമല്ലേ? മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സീനിയോറിറ്റി രമേശ് ചെന്നിത്തലക്കല്ലേ? അതുകൊണ്ട് ഈ കസേര രമേശ് ചെന്നിത്തലക്ക് അങ്ങ് വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, 5 വർഷത്തോളം ആഭ്യന്തരമന്ത്രിയായ ഒരു വ്യക്തി തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. 5 വർഷത്തോളം ഒപ്പോസിഷൻ ലീഡറായി നിന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് കഴിവ് പോരാ എന്ന് കരുതിയിട്ടാണ് ഹൈക്കമാൻഡ് VD സതീശൻ എന്ന വ്യക്തിയെ അവിടേക്ക് നിയോഗിക്കുന്നത്. എന്നാൽ ആ ഒരു സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് ഒപ്പോസിഷൻ ലീഡറായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു രമേശ് ചെന്നിത്തല തന്നെ വെച്ചുകൂടായിരുന്നോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയല്ലേ? പക്ഷേ എന്തിനാണ് VD സതീശൻ സാറിനെ നിങ്ങൾ അവിടെ നിയോഗിക്കപ്പെട്ടത്? അയാൾ ഇറങ്ങി കേരളത്തിന്റെ മുക്കും മൂലയും സഞ്ചരിച്ച് എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ വികാരമെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ പരിവർത്തനങ്ങളും അതല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഉൾക്കാഴ്ചകളും കണ്ട് ഒരു വിഷനറിയാണ് ഇപ്പോഴത്തെ യുവജനതയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് കരുതി ഈ വർഷം 18 വയസ്സ് തികഞ്ഞിട്ടുള്ള 90% വോട്ടുകളും തിരിഞ്ഞത് UDF-നാണ്? എന്തിനാണ്? ഈ സീനിയോറിറ്റി കണ്ടിട്ടാണോ അവർ വോട്ട് ചെയ്തത്? അതല്ലെങ്കിൽ UDF-ന് ഇത്ര പണം ഒഴുക്കിയ ഒരു വ്യക്തിയെ കണ്ടിട്ടാണോ അവർ വോട്ട് ചെയ്തത്? അല്ല. അവര് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്കും അദ്ദേഹത്തിന്റെ വിഷനും ബോധമുണ്ട്, അതല്ലെങ്കിൽ അതിന് വ്യക്തമായ ഉറപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. AICC സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒരിക്കലും KC വേണുഗോപാൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. ഒരുപക്ഷെ അദ്ദേഹം ഇതിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഇനി പറയുന്ന കാര്യം AICC-യും ആഭ്യന്തരവും അതല്ലെങ്കിൽ KPCC-യും പോലെയുള്ള വലിയ വലിയ ചർച്ചയിലും അതല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ തനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇതിൽ നിന്നും പിന്മാറി മുഖ്യമന്ത്രി പദവി ചിലപ്പോൾ VD-ക്ക് വിട്ടുകൊടുത്തേക്കാം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് രമേശ് ചെന്നിത്തല വന്നെത്തിയേക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ജനങ്ങളല്ലാതെ MLA-മാർ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് KC വേണുഗോപാലിനെയാണ്. എന്നാൽ വേണുഗോപാൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് രമേശ് ചെന്നിത്തലക്ക് മാറുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫ്ലക്സ് കൊണ്ടുള്ള അടിയും അതല്ലെങ്കിൽ ചൈന പ്രദർശനവും എല്ലാം തനിക്കെതിരെയാകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ VD സതീശൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് VD സതീശൻ മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ജനവികാരം മാനിച്ചുകൊണ്ടെങ്ങാനും ആ ഒരു സ്ഥാനത്ത് നിന്നും KC വേണുഗോപാൽ ഒഴിഞ്ഞു പോകണമെന്നാണ് ഒരു അഭ്യർത്ഥന. അയാൾ ഒഴിഞ്ഞു പോകാതെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എഴുന്നള്ളുകയാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം, MLA സ്ഥാനത്ത് നിന്നുകൊണ്ട് താങ്കൾക്ക് വിജയിക്കാൻ സാധിക്കുമോ? സംശയമല്ലേ? ഇനി അതുമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം, കാരണം നിങ്ങളുടെ കയ്യിലാണ് ഭരണം എന്നുള്ളതാ. പക്ഷേ തുടർ ഭരണം എന്നുള്ളൊരു കാര്യം, ഒരു ഫാക്ടർ
നിങ്ങൾ മറന്നു കളഞ്ഞേക്കൂ എന്നാണ് പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടും കോൺഗ്രസ് അനുയായികളോടും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതെല്ലാം കണ്ട് കുരച്ചുകൊണ്ട് വരുന്ന കമ്മികളോടും സഖികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വഷളായിരുന്നു. സ്വന്തം അണികളെ നിർത്തിക്കൊണ്ട് സ്വന്തം നേതാവിനെതിരെ തെറി പറഞ്ഞിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് അതുമായിട്ടൊന്നും കോൺഗ്രസിൻ്റെ അടുക്കലേക്ക് വരേണ്ടതില്ല. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.